കഴിഞ്ഞ ഒരു മാസത്തിനിടെ റെയിൽവേ ടിക്കറ്റ് ബുക്കിങ്ങിൽ നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇപ്പോൾ സാധാരണ എല്ലാവരും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ IRCTC അക്കൗണ്ടുമായി ആധാർ കാർഡ് ബന്ധിപ്പിക്കണം തുടങ്ങിയ നിബന്ധനകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ നോക്കാം. ഇതിൻ്റെ ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങിലുണ്ടാകുന്ന മാറ്റം ആധാർ കാർഡ് നിർബന്ധമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് IRCTC ആവശ്യപ്പെടുന്നതാണ്. കുറേ ആളുകൾ ചെയ്തു, പിന്നീട് അത് ചെയ്യാത്തവരുള്ളത് കൊണ്ടാണ് അത് കുറച്ചുകൂടി കർശനമാക്കുന്നത്. ഇന്ന് മുതൽ തൽക്കാൽ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആധാർ ഈ IRCTC അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചേ മതിയാകും. ചാർട്ട് തയ്യാറാക്കൽ 8 മണിക്കൂർ മുൻപ് എന്ന രീതിയിൽ പുനഃക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ ബുക്കിംഗ് ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തേക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ്. AC ടിക്കറ്റുകൾ തൽക്കാൽ ബുക്കിംഗ് രാവിലെ 10 മണി മുതൽ എന്നതാണ് മാറ്റം. നിലവിൽ 10 മണിയോ 11 മണിയായിരുന്നു അല്ലേ? അങ്ങനെ ചെറിയ സംശയമുണ്ട്. ശരി, AC ടിക്കറ്റുകൾ നോൺ AC 11 മണിക്കൂർ എന്ന നിലയ്ക്കായിരുന്നു തൽക്കാൽ. ഏജന്റുമാർക്ക് 10:30 മുതൽ മാത്രമാണ് ഇനി ബുക്കിംഗ്. അതായത് നമ്മൾ അല്ലാതെ വ്യക്തിപരമായി ബുക്ക് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ടിക്കറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത സ്വാഭാവികമായിട്ടും വന്നു ചേരും. ഇനി നിരക്കിലുള്ള മാറ്റങ്ങൾ, വർധന എങ്ങനെയാണ് എന്നതുകൂടി നമുക്ക് ഒന്ന് നോക്കാം. നോൺ AC എക്സ്പ്രസ് ട്രെയിനുകളിൽ ₹1 പെർ കിലോമീറ്റർ എന്നുള്ളതായിരിക്കും നിരക്ക്. നോൺ AC മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ വിവരമാണ്. 1 പൈസ. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ചെറിയ തുകയാണെങ്കിലും ദീർഘദൂര യാത്ര വരുമ്പോഴാണ് ടിക്കറ്റിൽ പ്രകടമാകുക. AC ടിക്കറ്റിന് 2 പൈസയാണ് കൂടുക. സീസൺ ടിക്കറ്റുകൾക്ക് പക്ഷേ ഈ വർധന ഉണ്ടാകില്ല. അതായത് ദിവസവും കോട്ടയം ടു എറണാകുളം, തൃശ്ശൂർ ടു എറണാകുളം അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഈ ഒരു നിരക്ക് വർധനയിൽ ആശങ്ക വേണ്ട. AC ടിക്കറ്റിന് 2 പൈസയാണ് കൂടുക. സീസൺ ടിക്കറ്റുകൾക്ക് നിലവിൽ വർധനയില്ല എന്നുള്ളതുമാണ് ഒരു പ്രധാനപ്പെട്ട